ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമുക്കൊന്ന് ഹെയർ കളർ ചെയ്യാൻ പോയാലോ? ഞാൻ ഇന്നും ഒരു ഹെയർ കളർ ചെയ്തിട്ടേ ഇല്ല, ഹെയറിൽ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. ആകെ ബ്യൂട്ടി പാർലറിൽ പോവും, ഹെയർ കട്ട് ചെയ്യും, പിന്നെ എന്തെങ്കിലും ഫേഷ്യലോ അങ്ങനെ എന്തെങ്കിലും മുഖത്ത് എന്തെങ്കിലും ചെയ്യുമെന്നല്ലാതെ ഇതുവരെ ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. ബോട്ടോക്സ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെയറിന് എന്തെങ്കിലും പറ്റിപ്പോയാലെന്ന് ആലോചിച്ച് ചെയ്യാതെ ഞാൻ നടക്കുകയായിരുന്നു. എന്നിട്ടാണ് ഞാൻ പോയി ഹെയർ കളർ ചെയ്യാൻ പോയത്. അവരിങ്ങനെ നന്നായിട്ട് തലയിൽ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മസാജ് ചെയ്യും. എനിക്ക് ഉറക്കം വരും. അപ്പോൾ ഞാൻ കരഞ്ഞത് എൻ്റെ ബുഗാടി പിടിച്ച് ആ പയ്യൻ ഇടയ്ക്കിടയ്ക്ക് വലിക്കും. ഇവരൊരു ഹിന്ദിക്കാരാണ്. ഹിന്ദി എന്ന് വെച്ചാൽ ഹിന്ദിയല്ല, വേറെ ഏതോ ഒരു ഭാഷ, നമുക്ക് മനസ്സിലാവാത്തൊരു ഹിന്ദി. അത് ഹിന്ദിയാണോ അതോ ബംഗാളിയാണോ ഈ ആസാമീസാണോ നേപ്പാളിയാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഏതോ ഒരു ഭാഷ, അവരതിലാണ് സംസാരിക്കുന്നത്. ഇതാണ് എൻ്റെ ഹെയർ കളർ ചെയ്യുന്ന പയ്യൻ്റെ പേരൊന്നും എനിക്കറിയണം. കാരണം നെയിമെന്ന് ചോദിച്ചാൽ പോലും അവർക്കത്ര ക്ലിയർ ആയിട്ട് അറിയില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ആക്ഷനും കുറച്ച് ഇംഗ്ലീഷും എല്ലാം കലർന്നിങ്ങനെ ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവും. ഹിന്ദിയിലാണ് അവിടുത്തെ ഓണർ സംസാരിക്കുന്നത്, പക്ഷേ ഇവരല്ലാതെ സംസാരിക്കുന്നത് ഹിന്ദിയിലല്ല. പിന്നെ ഹെയർ കളർ ചെയ്യുന്നത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഗേളും ഇവരെല്ലാം പുറത്തുള്ള ആൾക്കാരാണ്. ഈ കടയിൽ മലയാളീസ് വേറെ ആരുമില്ല, ഓണറല്ലാതെ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് വേണം ഇവരുടെ അടുത്ത് പറയാൻ. കാരണം എനിക്ക് വേറെ ഭാഷ അറിഞ്ഞൂടാ. ഹിന്ദി, ഇംഗ്ലീഷും മലയാളവും തമിഴും അല്ലാതെ എനിക്ക് വേറെ ഒരു ഭാഷ അറിഞ്ഞൂടാത്തതുകൊണ്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് വേണം എനിക്ക് എന്ത് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ ഹെയർ കളർ ചെയ്യാനുള്ള പരിപാടി തുടങ്ങി. ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം നരച്ച് കിളവി പോലെ ഇരിക്കും. ആ കളർ കണ്ടാൽ തോന്നൂലേ വെള്ള കളർ അടിക്കണമെന്ന്. ഞാൻ തന്നെ ഇടയ്ക്ക് ആലോചിച്ച് എന്തിനീ വെള്ള കളർ അടിക്കണേന്ന്. ഞാൻ ഉദ്ദേശിച്ച കളർ വേറെയാണ്. ഇത് കണ്ടിട്ട് ഞാൻ ആകെ ടെൻഷനായിട്ടാണ് മെയിനായിട്ടിരിക്കുന്നത്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കളർ നോക്കണ്ട, അടിച്ച് വരുമ്പം ഈ കളറല്ലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത കളറായിരിക്കും, അതുകൊണ്ട് ഇത് നോക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് ടെൻഷൻ അടിക്കും, മനുഷ്യനല്ലേ, ടെൻഷൻ വരാതിരിക്കുമോ? അങ്ങനെ ടെൻഷൻ അടിച്ച് നോക്കുന്നുണ്ട് മുടി എന്തായി. അതിനിടയിൽ നമുക്കിന്ന് ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ പോകണം. ഇന്ന് കല്യാണത്തിൻ്റെ തലേന്നാണ്, എന്ന് വെച്ചാൽ 26 എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് 26 വൈകിട്ട് നമുക്ക് 3 മണിയൊക്കെ ആകുമ്പോൾ, 3 അല്ല ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ പയ്യൻ്റെ അവിടെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഹെയർ കളറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. 1 മണിക്ക് വന്ന് 2 മണി 3 മണിയായിട്ട് ഹെയർ കളർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. 4 മണിയൊക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇനി നേരെ അവിടെ പോകണം. അതിൻ്റെ ടെൻഷൻ ഒരു സൈഡ്, ഇത് ചെയ്ത് തീരുമെന്നുള്ള ടെൻഷൻ വേറൊരു സൈഡ്. അങ്ങനെ 1 മണിക്കൂർ 2-3 മണിക്കൂറിൻ്റെ ഇതിന് ശേഷം 1 മണിക്കൂർ ഞാൻ 1 മണിക്ക് ബ്യൂട്ടി പാർലറിൽ വന്നു. ഇറങ്ങിയപ്പോൾ 5 മണി. അപ്പം കണക്ക് കൂട്ടിക്കോ നിങ്ങൾ എത്ര മണിക്കൂറായെന്ന്. അത്രയും കഷ്ടപ്പാടിന് ശേഷം എൻ്റെ മുടിയൊന്നും കളറായി. പക്ഷെ നല്ലൊരു വ്യത്യാസമുണ്ട്, എനിക്ക് മനസ്സിലായി. നല്ല വ്യത്യാസമുണ്ടെന്ന്. നല്ല വ്യത്യാസമില്ലേ കളർ ചെയ്തതിന് ശേഷം ഫേസിലൊക്കെ ഒരു മാറ്റം വരും കേട്ടോ. നമ്മുടെ ഹെയറിലുള്ള കളറിൻ്റെ വല്ല ലൈറ്റ് അടിക്കുന്നതായിരിക്കും. എന്തായാലും കളർ ചെയ്തതിന് ശേഷം നിറയെ കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് ഇഷ്ടമായി, ചിലർക്ക് ഇഷ്ടമായില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, എല്ലാവർക്കും ഇഷ്ടമായ ഹെയർ കളർ ചെയ്തത്? ഇതവർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞ് നിൽക്കുന്നതാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ഇത്രയും സമയം കഴിഞ്ഞ് കാറിൽ കയറി പിന്നെയും വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. വിശന്ന് വയ്യ, അതാണ് ഞാൻ അവിടെ നിന്ന് ആലോചിക്കുന്നത്. ഒന്നും കഴിച്ചില്ല. ഇത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ കഴിക്കാൻ പോയി. അപ്പോൾ അവളുടെ റിയാക്ഷൻ, അവൾക്കൊരു റിയാക്ഷനും ഇല്ല. ബായ്.